പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉമ തന്റെ ചതിയിലൂടെ തന്റെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേസമയം ഉമയെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന കാവ്യ താൻ ഡിവോഴ്സിന് ആവശ്യപ്പെടുകയാണ് എന്ന് കൃഷ്ണയോട് തുറന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ഉമ മാറി നിന്ന് ചിരിക്കുകയും താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നുവെന്നും ഇനി അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് നടക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. തൻ്റെ ബുദ്ധി ഫലിച്ചു എന്ന് മനസ്സിലാക്കുന്ന ഉമ ഇതേ തുടർന്ന് ഒന്നും അറിയാത്തതുപോലെയുള്ള തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഉമയുടെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ടാണ് ഇതേ തുടർന്ന് മണിക്കുട്ടി മുന്നിലേക്ക് കടന്നു വരുന്നത്. മണിക്കുട്ടി കാവ്യയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനെ തുടർന്ന് അന്ന് ചതി നടന്നു എന്ന് തിരിച്ചറിയുകയാണ് മണിക്കുട്ടി. അമ്മ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് മണിക്കുട്ടി ഉറപ്പിച്ചു പറയുകയും അന്ന് ഞാൻ കൃഷ്ണയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നുവെന്നും അച്ഛൻ എവിടേക്കും പോയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൺമണി അമ്മയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉമ ചെയ്തത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ് ഉമയ്ക്ക് എന്ന് ചോദിക്കുന്ന കാവ്യ താൻ മാത്രമല്ല ഈ സംസാരം കേട്ടത്, മറിച്ച് ജയമോഹിനിയും ഭരത്തും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് എത്ര മണിക്കാണ് സംസാരം കേട്ടത് എന്ന് ചോദിക്കുന്ന കൺമണി സമയം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് 10-10:30 ആയി കാണും എന്ന് കാവ്യ അറിയിക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഞങ്ങൾ അന്ന് നേരത്തെ കിടക്കുകയാണ് ഉണ്ടായത്. കാവ്യ ഇത് കേട്ടതിനെ തുടർന്ന് കാവ്യ അത് നുണയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അല്ല എന്ന് വ്യക്തമാക്കുന്ന മണിക്കുട്ടി കൃഷ്ണയ്ക്ക് അന്ന് തലവേദന എടുത്തത് കൊണ്ടാണ് നേരത്തെ കിടന്നത്. അച്ഛൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ കാലത്ത് വരെ എവിടേക്കും മാറിയിട്ടില്ല. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പു നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തോ ചതി ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അച്ഛനെന്ന് മൊബൈൽ ചാർജ് ഇല്ലാതെ മാറ്റിവെക്കുകയും ചെയ്തത് ഞാൻ കണ്ടതാണ്. ഇതോടെ കാവ്യ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതെല്ലാം തനിക്ക് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് സത്യങ്ങൾ ഞാൻ തന്നെ പുറത്തു കൊണ്ടുവരും എന്ന് വ്യക്തമാക്കുന്ന മണിക്കുട്ടി ഉടൻ തന്നെ കൃഷ്ണയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. കൃഷ്ണയോട് കാവ്യ എന്തുകൊണ്ടാണ് തീരുമാനമെടുത്തത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. ഇതോടെ ഇനി അതൊന്നും അറിഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ അവൾക്ക് തന്നെ വേണ്ട എങ്കിൽ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു. പക്ഷേ കൃഷ്ണയോട് ഇപ്പോൾ എടുത്തു ചാടിയൊരു തീരുമാനം അച്ഛൻ എടുക്കരുത്. കാരണം എവിടെയോ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന് എന്ത് ചതിയാണ് നടന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് കൃഷ്ണ. ഇവിടെ ഉമ ആൻറ്റി നമ്മളെ ചതിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കാവ്യയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഉമ ആൻറ്റി നമ്മൾ അറിയാത്ത പുതിയ നാടകവും കളിക്കുന്നുണ്ട്. ഇന്നലെ അച്ഛൻ ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞ നല്ലൊരു നാടകമാണ് കാവ്യയുടെ മുന്നിൽ ഉമ ആൻറ്റി കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനമെടുക്കുന്നതിന് അമ്മ ഫോഴ്സ് ചെയ്യപ്പെട്ടതാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഉമ നമ്മളെ ചതിക്കുമോ? അതിനുള്ള സാധ്യത കുറവാണ്. ഉമ അത്ര നല്ലവളാണ് എന്നും കൃഷ്ണ പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. ഉമ ആൻറ്റി നമ്മളെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ അറിയാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉമ ആൻറ്റിയുടെ മനസ്സിലുണ്ടാകാനും സാധ്യതയില്ലേ? ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് അതും സത്യമാകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുന്ന കൃഷ്ണ ഇതോടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കണ്ടെത്തണം എന്ന് തീരുമാനിക്കുന്നു. നമ്മൾ നേരിട്ട് പോയി ചോദിക്കുകയാണ് എങ്കിൽ ഉമ ഒരിക്കലും സത്യം പറയുകയില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു തന്ത്രമാണ് ഉമയെ കൊടുക്കുന്നതിനായി നമ്മൾ പ്രയോഗിക്കേണ്ടത്.
എന്ന് കൺമണി പറയുന്നു. ഇതോടെ കൂടെ നിൽക്കാൻ താൻ തയ്യാറാണ് എന്ന് കൃഷ്ണയും അറിയിച്ചതിനെ തുടർന്ന് പുതിയ നാടകം പ്ലാൻ ചെയ്യുകയാണ്. ഇതേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുന്ന കൃഷ്ണ ഉമയെ ചെന്ന് കാണുകയും ഉമയോട് കാവ്യ തീരുമാനം അറിഞ്ഞു കാണുമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ വിഷമം അഭിനയിക്കുന്ന ഉമ, ഞാൻ അറിഞ്ഞുവെന്നും ഒരിക്കലും കാവ്യ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കാവ്യ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ കൃഷ്ണയുടെ ജീവിതത്തിലേക്ക് മടങ്ങിവരും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവൾ അങ്ങനെ ചെയ്യാൻ മനസ്സ് കാണിച്ചില്ല. ഇനി എന്താണ് കൃഷ്ണ ചെയ്യാൻ പോകുന്നത്? ഇതോടെ ഞാൻ അവളുടെ മുൻപിൽ വെച്ച കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു അവൾ. ഇനി ഞാൻ എൻ്റെ തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഇതോടെ കല്യാണമാണോ കൃഷ്ണ എന്ന് ഉമ ചോദിക്കുന്നു. അതെ, കല്യാണം തന്നെ. ഇനി ഞാനൊരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഉമ വളരെയധികം സന്തോഷിക്കുന്നു. ഞാനും ഈ വിവാഹത്തിന് തയ്യാറാണ് എന്ന് ഉമ പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഉമയെയല്ല താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ ഉമ എന്തിനാണ് തന്നെ ചതിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഉമ ആകെ ഭയന്നു പോകുന്നു. ഉമയെ ഞാൻ മനസ്സിലാക്കി എന്നും ഉമ അവസരം മുതലെടുത്ത് ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന കൃഷ്ണ, കാവ്യ ഈ തീരുമാനം എടുക്കാൻ കാരണം നീ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു. ബുദ്ധിപൂർവം നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന കൃഷ്ണ പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ഞാൻ ചതിച്ചത് തന്നെയാണ് എന്ന പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഉമ. അതിന് കാരണമുണ്ട്. വെറും കെയർടേക്കറായി വന്ന എന്നെ ഓരോന്നു കാണിച്ച് പ്രലോഭിപ്പിക്കുകയും സ്നേഹം നടിച്ച് അഭിനയിച്ച് ഒടുവിൽ കൃഷ്ണയെ ഇഷ്ടമാക്കിയതും കൃഷ്ണ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി തൻ്റെ ജീവിതത്തിൽ കൃഷ്ണ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ഏതൊരു പെണ്ണായാലും ആഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിൽ തന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി തന്നെ കുറ്റം ചാരി രക്ഷപ്പെടാനാണ് കൃഷ്ണ ശ്രമിക്കുന്നത് എങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല. എനിക്ക് കൃഷ്ണയെ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഉമ. ഇതേ സമയം അവിടേക്ക് മണിക്കുട്ടി കാവ്യയെ കൊണ്ടുവന്നതിനെ തുടർന്ന് ഉമയുടെ ചതി വെളിച്ചത്ത് വരികയാണ്. സത്യങ്ങളെല്ലാം ഉമ പറയുന്നത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന കാവ്യ, ഇങ്ങനെയൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് ഉമയുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.